Hello everyone. Today I'm going to discuss on the topic enemies of the honeybee. So there are wide classes of honeybee enemies which is present in the world. So എന്തൊക്കെയാണ് ആ ഒരു ഹണിബി കോളനീനകത്ത് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹണിബി ഹൈവ്സിനെ എഫക്റ്റ് ചെയ്യുന്ന certain other enemies. The first enemy variety is called as wax moth. ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ തന്നെയാണ് wax moth. So wax moth രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. ഗ്രേറ്റർ വാക്സ് മോത്ത് ഗലേറിയ മെലോണല്ല എന്ന് പറയുന്നതും പിന്നെ ദ ലെസർ വാക്സ് മോത്ത് അക്രോഹിയ ഗ്രിസെല്ല എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ 2 ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് വാക്സ് മോത്തിനകത്തുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് ഓൺ ദ ഗ്രേറ്റർ വാക്സ് മോത്ത് ഓർ കോൾഡ് ആസ് ഗലേറിയ മെലോണല്ല. So they have been reported to cause damage both to honeybee colonies and to be product in tropical and subtropical area. അപ്പോൾ ഹണിബീനെ മാത്രമല്ല ഹണിബി ഫോം ചെയ്തിട്ടുള്ള ബീ ഹൈവ് അല്ലെങ്കിൽ ഹണിബി കോളനീനെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഗ്രേറ്റർ വാക്സ് മോത്ത് അല്ലെങ്കിൽ ഗലേറിയ മെലോണല്ല. The wax moth is a major pest of Aedote serrana, often causing colonies to abscond. അപ്പോൾ ഈ ഒരു കോളനീസിനെ അബ്സ്കോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഈ ഒരു ഗ്രേറ്റർ വാക്സ് മോത്ത് എഫക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ബീ ഹൈവ്സിൽ നിന്നും ബീസ് എല്ലാം വിട്ടുപോയെന്നും വരാം ഈ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് കാണും. സോ ദ എഫക്റ്റ് ഇസ് വെരി ഗ്രേറ്റർ. കേസ് ഓഫ് ഗലേറിയ മെലോണല്ല. The adult female enters the hive at the night through the entrance or the crack in the walls. അപ്പോൾ കാരണം ബീ ഹൈവിൻ്റെ ഒരു ക്രാക്ക് ക്രിയേറ്റ് ചെയ്ത് സോ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ദ ഗ്രേറ്റർ വാക്സ് മോത്ത് ഇസ് ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ദ ബീ ഹൈവ്. ആ ഒരു എൻട്രൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് ആരെ എൻ്റർ ചെയ്യുന്നത്? അഡൾട്ട് ആയിട്ടുള്ള ഫീമെയിൽ. ഈ ഒരു വാക്സ് മോത്തിൻ്റെ അഡൾട്ട് ഫീമെയിൽ ഇസ് ഗോയിങ് ടു എൻറ്റർ ഇൻസൈഡ് ദ ബീ ഹൈവ്. അവർ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ദേ ആർ ഡെപ്പോസിറ്റിംഗ് her eggs directly into the combs or in a narrow crevice. അവിടെ ചില ക്രെവിസസോ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസ് കണ്ടുപിടിച്ച് they are going to deposit their larval forms. The newly hatched out Galeria, നമുക്കറിയാം കുഞ്ഞ് ഗലേറിയ സ്പീഷീസ് അവിടെ നിന്ന് ഹാച്ച് ഔട്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ആക്ച്വലി എനിമി ടു ഹൂം? ടു ദി ഹണിബി. സോ ഹണിബി കോളനിയുടെ ഒരു എനിമിയാണ് ഗലേറിയ ലാർവി. സോ ഗലേറിയ ലാർവി എന്ത് ചെയ്യുന്നു? ദി ഗോയിങ് ടു കംപ്ലീറ്റ് അവർ ഫീഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് അവർ ലാർവൽ ഫോംസിൽ നിന്നും ഹാച്ച് ഔട്ട് ചെയ്ത് വരുന്ന സമയത്ത് അത് ഗലേറിയ ലാർവ ഹാച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് ദർ ഗോയിങ് ടു ഫീഡ് ഓൺ ദി ഹണി വാക്സ് പോളൻ. സോ അവിടെ എല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള ഹണിബിയുടെ എല്ലാ എസെൻഷ്യൽ പ്രൊഡക്ട്സ് ആർ ഗോയിങ് ടു ഫീഡ് ബൈ ദ ഗലേറിയ ലാർവേ ആൻഡ് ദെൻ ബറോ ഇൻ ടു ദ പോളൻ സ്റ്റോറേജ് സെൽസ് ഓഫ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി സെൽ വാൾ. അപ്പോൾ ഇവിടെ വരുന്ന സെൽ വാളിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോറേജ് സെൽസിന് അവിടെ പോയി അവരിക്കും. അവർക്ക് പർട്ടിക്കുലർ സ്പേസ് കിട്ടി. അവർക്ക് ഫുഡ് എസെൻഷ്യലി അവൈലബിൾ ആണ്. To whom? For this Galeria larva. The larva also attack on the bee brood when short of food. അപ്പോൾ ഫുഡിന് അവൈലബിൾ ഇല്ലാത്ത സമയത്ത് ബ്രീഡ് ബ്രൂഡ്, അതായത് നമുക്ക് അറിയാം ഈ ഒരു ഹണി അല്ലെങ്കിൽ ഈ ഒരു പോളൻ ബ്രെഡ് ആകാം, അതിനെല്ലാം എന്ത് ചെയ്യും? ഈ ഗലേറിയ ലാർവ ഈസ് ഗോയിങ് ടു ഫീഡ് ഓൺ. നെക്സ്റ്റ് വൺ ഇസ് ദ ലെസർ വാക്സ് മോത്ത് അക്രോഹിയ ഗ്രിസെല്ല എന്ന് പറഞ്ഞ വെറൈറ്റി സ്പീഷീസ്. ജനറലി സ്മോളർ ദാൻ ദ ഗ്രേറ്റർ വാക്സ് മോത്ത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രേറ്റർ വാക്സ് മോത്തിനേക്കാളും സ്മോളർ വെറൈറ്റിയാണ് what Acrohia grisella എന്ന് പറയുന്നത്. അഡൾട്ട് അക്രോഹിയ ഗ്രിസെല്ല ആർ സിൽവർ ഗ്രേ ഇൻ കളർ. അപ്പോൾ അഡൾട്ട് ആയിട്ടുള്ള ഈ ഒരു അക്രോഹിയ ഗ്രിസെല്ല സിൽവർ ഗ്രേ കളർ ആയിരിക്കും വിത്ത് എ ഡിസ്റ്റിങ് യെല്ലോ ഹെഡ്. സോ ദേ ആർ ഹാവിങ് എ ഡിസ്റ്റിങ് ആയിട്ടുള്ള യെല്ലോ ഹെഡ് വിൽ ബി പ്രസൻറ്റ്. ദ ഇൻസെക്ട് ഇസ് ക്വൈറ്റ് സ്മോൾ വിത്ത് എ സ്ലെൻഡർ ബോഡി. The life span of the adult female is about 7 days. Just 7 days ഉള്ളൂ അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. They usually infect the weak honeybee colony. അപ്പോൾ ചില honeybee colonies വീക്ക് ആകാം, സ്ട്രോങ് ആകാം. ഫുഡിൻ്റെ അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ട് സ്ട്രോങ്നെസ്സും വീക്ക്നെസ്സും ഡിഫറൻഷിയേറ്റ്. സോ വീക്ക് ആയിട്ടുള്ള honeybee colonies is what who is focusing on? The lesser wax moth or Acrohia grisella is focusing on. അപ്പോൾ വീക്ക് ആയിട്ടുള്ള honeybee colony is getting affected by the lesser wax moth. The larvae prefer to feed on the tapeworms with pollen or the root cell. പോളനും റൂട്ട് സെൽസിനും എല്ലാം ഇവർ എന്ത് ചെയ്യുന്നു? ഇവരുടെ ലാർവ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ലാർവ എന്ത് ചെയ്യുന്നു? പോയി അതിനെ ഫീഡ് ചെയ്യുന്നു. They are often found at the bottom board among the wax debris. ആ wax debrisൻ്റെ ഏറ്റവും ബോട്ടം ബോർഡിനകത്തായിരിക്കും ഇവർ സാധാരണഗതിയിൽ കാണുന്നത്. So how can you control this wax moth? So remove the infested comb and destroy it by burning. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം ഇത് മൊത്തത്തിലായിട്ട് എഫക്റ്റഡ് ആണല്ലോ. ഇത് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസ് ആണ് വിച്ച് ഇസ് കോസിങ് ദി ഹണിബി. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ജസ്റ്റ് ഡിസ്ട്രോയ് ഇത് ബൈ ബേണിങ് ചെയ്യാം, കത്തിച്ച് കളയാം. ഡിഗിങ് ഇൻസൈഡ് ദ സോയിൽ സർഫസിനകത്ത് മൂടി കുറച്ച് വെക്കുക. കാരണം ഫർദർ ആയിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട്, അതായത് വാക്സിൻ ഈ ഒരു വാക്സ് മോത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നശിക്കണം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സാധിക്കുന്നത്? കത്തിച്ച് കളയുക അല്ലെങ്കിൽ സോയിൽ ഡിഗിങ് ഇൻസൈഡ് ദ സോയിൽ.
Unite the weaker colonies, clean the bottom board at fortnight interval, adequate food supply. നമുക്കറിയാം നമുക്ക് ഈ ഒരു ബേസിലോട്ടാണല്ലോ ഇവിടെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ബോർഡ് എപ്പോഴും എന്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ക്ലീൻ ചെയ്യുക, ഇടയ്ക്ക് ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതുവഴി ഈ ഒരു വാക്സ് മോത്തിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ അഡിക്വറ്റ് ഫുഡ് സപ്ലൈ, മെയിനായിട്ട് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള നല്ല ഫുഡ് സപ്ലൈ അവിടെ കൊടുക്കണം. കാരണം ഇവരുടെ കോംബ് അല്ലെങ്കിൽ ബി ഹൈവ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബിൽഡിംഗ് ആയിരിക്കണം. ആൻഡ് സപ്ലൈ ടു മെയിൻറ്റെയിൻ എ സ്ട്രോങ് കോളനി, ഷുഗർ ഫീഡിങ് ഓൾവേസ് മെയിൻറ്റെയിൻ ഹെൽത്തി. അപ്പോൾ ഷുഗർ ഫീഡിങ് വഴി നമുക്ക് ഹെൽത്തി കോളനി യു ക്യാൻ മേക്ക് ഔട്ട് ഓഫ് ദി ബി ഹൈവ്. സോ ഇതാണ് ഈ ഒരു വാക്സ് മോത്തിൻ്റെ എഫക്റ്റഡ് കോളനീസ് എൻ്റെ ഒരു പിക്ചറാണ്. സോ ഇതെന്ന് പറയുമ്പോൾ ഒരു വാക്സ് മോത്താണ്. is actually staying behind the baseboard. അതുപോലെ ഇതാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ബി ഹൈവ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ what you could see from here. ഇതും അതുപോലെ തന്നെ ഒരു എഫക്റ്റഡ് സ്ട്രക്ചറാണ്. നെക്സ്റ്റ് എനിമി എന്ന് പറയുന്നത് ഹണിബീനെ എഫക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് എനിമി എന്ന് പറയുന്നത് വാക്സ് ബീറ്റിൽ. This Tybrionid reported in hives of the Indian honeybee at Coimbatore and described as Platyboleum albianum. അപ്പോൾ ഇതിന് ഈ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് Platyboleum albianum എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാക്സ് ബീറ്റിലിൻ്റെ ലാർവയുടെ ഒരു പിക്ചറാണ്, അതേ ഒരു ക്ലോസ് പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാക്സ് ബീറ്റ്. അതിൻ്റെ ലാർവൽ ഫോംസ് ആണ് ലാർവൽ ഫോംസ് ഓഫ് ദി Platyboleum albianum. The larva feeds in the particles of the wax on the floorboard. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബീയുടെ ഒരു കോളനി ആണെങ്കിൽ ഏറ്റവും ഫ്ലോർ ബോർഡിനകത്ത് എന്ത് ചെയ്യുന്നു, അവർ പോയി എന്ത് ചെയ്യുന്നു, ഫീഡപ്പ് ചെയ്യുന്നു. ലാവ ഫീഡിങ് ഓൺ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ വാക്സ് ഓൺ ദ ഫ്ലോർ ബോർഡ്. ലാവ ഓൾസോ ഫീഡ് ഓൺ പോളൻ. അപ്പോൾ അവിടെയുള്ള പോളനെയും അവർ ഫീഡ് ചെയ്യുന്നു. അതായത് ഈ ഒരു ഹണിബീയുടെ ഫുഡിനെയാണ് ആര് ഫീഡ് ചെയ്യുന്നത്, ഈ ഒരു Platyboleum albianum. Adults feed on the combs and bore into the cells. അപ്പോൾ ഓരോ സെൽസിൽ ബോർ ചെയ്ത് പോകുന്നു. അതുപോലെ അവർ കോംസിനെ എല്ലാം ഫീഡ് ചെയ്യുന്നു. ആര്, ഇതിൻ്റെ അഡൾട്ട്, വാക്സ് ബീറ്റിലിൻ്റെ അഡൾട്ട് അങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് enemy of the honeybee is called as the wasp. So wasps are predaceous by the nature and catch bees from blossom or at the entrance of the hive. അപ്പോൾ ബി ഹൈവിൻ്റെ ഒരു എൻട്രൻസിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നത്, ഇത് ബി ഹൈവാണ്, ബി ഹൈവിൻ്റെ എൻട്രൻസിൽ പോയതാണ് ഈ വാസ്പ് എന്ത് ചെയ്യുന്നു, ഇവരെ പോയി ക്യാപ്ചർ ചെയ്യുന്നു. At the entrance of a hive, weak colonies become their special target. കണ്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും കോളനീസിനെ കൂടുതൽ ശ്രദ്ധിക്കണം, സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും. കാരണം നമുക്ക് അഡീഷണൽ ആയിട്ട് ഫീഡ് കൊടുത്തോ അങ്ങനത്തെ ഷുഗർ സിറപ്സ് കൊടുത്ത് നമുക്ക് സ്ട്രോങ് കോളനീസ് ബിൽഡ് അപ്പ്. സോ വീക്ക് കോളനീസിൻ്റെ എഫക്റ്റ് കാരണം ഈ ഒരു സ്പെഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത്, അവരുടെ സ്പെഷ്യൽ ടാർഗറ്റ് ഇസ് ദ വീക്ക് കോളനീസ്. Among the most frequently reported are social wasps of the genus Vespa. ഒരു മേജർ ആയിട്ടുള്ള സോഷ്യൽ വാസ്പ് എന്ന് പറയുന്നത് വെസ്പ സ്പീഷീസ് ആണ്, which are widely distributed throughout the world. Wasps macerate bees and feed their young ones on a paste-like material. ഇപ്പോൾ വാസ്പ് എന്തും കൂടി ചെയ്യുന്നുണ്ട്, അവരുടെ ബീസിനെല്ലാം മെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫീഡിങ് ദെയർ എഗ് വൺസ് ഓൺ എ പേസ്റ്റ്-ലൈക്ക് മെറ്റീരിയൽ. അതായത് ഈ ഒരു വാസ്പ് കോളനീസ് അവിടെ ബ്രെഡും ഹണീസും അത് മാത്രമല്ല അവരെടുക്കുന്നത്, അവരുടെ യങ് വൺസ്, അവരുടെ ലാവൽ സ്റ്റേജ്, അവർക്ക് ഇനി ഹണി ബീസിന് ഇനി ജീവിക്കാൻ വരുന്ന ഓരോ പുതിയ പുതിയ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ലാവൽ ഫോംസ് എഗ്സിനെ എല്ലാം ആരാണ് ചെയ്യുന്നത്, ആരാണ് കില്ല് ചെയ്ത് കഴിക്കുന്നത്, വാസ്പ് എന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം ഫീഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് പുതിയ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇസ് നോട്ട് ഗോയിങ് ടു കം ബിക്കോസ് ഓഫ് ദ ഫീഡിങ് ഓഫ് ദ വാസ്പ്. അപ്പോൾ അത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹണിബി കോളനി വിൽ ബി ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് വിൽ യു കുഡ് ടേക്ക്? ദ ബെസ്റ്റ് മെത്തേഡ് ടു റീഡ് എ ലൊക്കാലിറ്റി ഓഫ് വാസ് യൂസ് ടു കിൽ എ ഫെക്കൻഡേറ്റഡ് ഫീമെയിൽ ഏർലി ഇൻ ദി സ്പ്രിംഗ്. അപ്പോൾ ഏർലി സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫെക്കൻഡേറ്റഡ് ആയിട്ടുള്ള ഫീമെയിലിനെ ഇതിൽ നിന്ന് കില്ല് ചെയ്യണം. ഡിസ്ട്രോയ് ദ വാസ്പ് നെസ്റ്റ് either മെക്കാനിക്കലി, ഇപ്പോൾ വാസ്പിൻ്റെ നെസ്റ്റെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ മെക്കാനിക്കലി കില്ല് ചെയ്യണം. ഓർ ബൈ യൂസിങ് ദ ഫിമിഗൻ ലൈക്ക് അലൂമിനിയം ഫോസ്ഫൈഡ് ഓർ കാൽഷ്യം സയനൈഡ് യൂസ് ചെയ്ത് നമുക്കതിനെ കില്ല് ചെയ്യാം. അതുപോലെ നമുക്ക് മേജറായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബിൽഡിങ് എ സ്ട്രോങ് കോളനി. എങ്ങനെ ബിൽഡ് ചെയ്യാം? ഷുഗർ സിറപ്പോ അഡീഷണൽ ഫീച്ചേഴ്സും അഡീഷണൽ ന്യൂട്രിയൻസും സപ്ലിമെൻറ്റിലൂടെ നമുക്ക് ഒരു സ്ട്രോങ് കോംബ് അല്ലെങ്കിൽ സ്ട്രോങ് ബി ഹൈവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തതാണ് ആൻസ്. So ants are among the most common predator of honeybee in the tropical and subtropical Asia. They are highly social insect and will attack the hive and mass taking virtually everything in them. അതായത് ഇവർ മാസ് ആയിട്ട് വന്ന് എന്ത് ചെയ്യുന്നു, ഈ ഹൈവിനെല്ലാം അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി ആർക്കും കൂടി ഉണ്ട്, ഈ എനിമീസ് ഓഫ് ദ ഹണിബീസിനകത്തും ഉണ്ട്.
Taking virtually everything in them, dead or alive adult bees, the brood and honey, weak colonies will sometimes abscond, which is also defense aid or serana against frequent anguish. അപ്പോൾ ആൻറ്റിൻ്റെ ഒരു അഫക്റ്റും ആൻറ്റിൻ്റെ ഒരു ആൻറ്റും is actually one of the enemies which is coming under the category of enemies of the honeybee. Next. So എന്തൊക്കെയാണ് കോസൽ ഓർഗാനിസംസ് ഓഫ് ദി ആൻറ്റ്? ദ വീവർ ആൻറ്റ് വരാം, ബ്ലാക്ക് ആൻഡ് ഉണ്ട്, മോണോമോറിയം ഉണ്ട്, then we have doorless species, fire ant. Now different variety of ant species are also what they are attacking the honeybee colony. So എന്തൊക്കെ control measures you could take for the ant controlling? So systematically for the ants nest in vicinity of the apiaries, and when നമ്മൾ സെർച്ച് ചെയ്യണം, അതായത് സ്പെസിഫിക്കലി നമ്മൾ നോക്കണം ഇവിടെ ആൻറ്റിൻ്റെ എന്താണ് നെസ്റ്റ് ഉണ്ടോ, വേറെ അപ്പാരീസിനകത്ത് നമ്മൾ നോക്കണം ആൻഡ് നെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഫ്രീക്വൻലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം ഈ ആൻഡ് എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റിംഗ് ഏജൻ്റ് ആണ്, ഒരു എനിമീസ് ആണല്ലോ. ദേ ആർ എഫക്റ്റിംഗ് ആൻഡ് കില്ലിംഗ് അപ്പ് ദ ഹോൾ കോളനി. വെൻ ഫൗണ്ട് ഇറ്റ് ഡിസ്ട്രോയ് ആൻഡ് ബേൺ. നമ്മൾ എന്ത് ആൻഡ് കോളനി ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്ലേസ് ദ ഹൈവ് ഓൺ ദ സ്റ്റാൻഡ് സപ്പോർട്ടഡ് ബൈ ദ പോസ്റ്റ് 30 to 50 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഒരു മോഡേൺ ബീ ഹൈവിൻ്റെ കേസാണെങ്കിൽ ഒരു ബീ ഹൈവ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഒരു താഴെ എന്ത് വെക്കണം, ഒരു സ്റ്റാൻഡ് വേണം. നമ്മുടെ ബീ ഹൈവ് മോഡേൺ ബീ ഹൈവ് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് മുമ്പ് അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റാൻഡ് ഷുഡ് ബി കെപ്റ്റ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ദ പോസ്റ്റ് വെക്കണം. കോട്ട് ദ പോസ്റ്റ് വിത്ത് യൂസ് എൻജിൻ ഓയിൽ ഓർ ഗ്രീസ് ആൻഡ് പ്ലേസ് എ സ്റ്റാൻഡ് ഇൻ എ കണ്ടെയ്നർ വിത്ത് ഓയിൽ ഓർ വാട്ടർ. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ആൻസിൻ്റെ അറ്റാക്ക് അവിടെ കുറയാനായി സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ബേർഡ്സ്. ബേർഡ്സിൻ്റെയും ഒരുപാട് അറ്റാക്ക് എന്തിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കോളനീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Birds that have been listed as attacking honeybees in Asia, including bee eater, swifts, dongos, shrikes, woodpeckers, and honey guides. Another species are Merops apiaster, Merops orientalis, Cypsella species, and different variety of birds that are attacking the honeybee colony too. So how can you control the attack of the birds? Heavy predation by the birds on apiary. Bees tends to occur during the migration season. അപ്പോൾ മൈഗ്രേഷൻ സമയത്താണ് കൂടുതലായിട്ട് ബീ ഹൈവിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത്. ദി മോസ്റ്റ് പ്രാക്ടിക്കൽ മീൻസ് ഓഫ് സോൾവിങ് ദി പ്രോബ്ലം ഇസ് യൂഷ്വലി അവോയ്ഡ് ദ ബേർഡ്സ്. അത് നമുക്കറിയാം, നമ്മളിപ്പോൾ സൈറ്റിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബേർഡ്സ് അങ്ങനെ അധികം പാസ് ചെയ്യാത്ത അല്ലെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സ് അങ്ങനെ പാസ് ചെയ്യാത്ത ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സൈറ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. കൂടുതലായിട്ട് ബേർഡ്സിൻ്റെ എഫക്റ്റോ അതായത് അതിൻ്റെ ഒരു എഫക്റ്റ് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ആൻഡ് ബൈ ടെമ്പററി റീലൊക്കേഷൻ ഓഫ് ദി അപ്പിയർ. നമുക്കറിയാം അപ്പിയറീസിൻ്റെ അല്ലെങ്കിൽ ബീ ഹൈവിൻ്റെ ഒരു ടെമ്പററി ലൊക്കേഷൻ അവിടെ പോസിബിൾ ആക്കണം. അപ്പോൾ ഈ ഒരു കൺട്രോളിങ് മെഷേഴ്സും ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് ബേർഡ്സിൻ്റെ അറ്റാക്കിങ്സും ഹണി ബീ കോളനിയിലോട്ട് ബേർഡ്സിൻ്റെ അറ്റാക്കിങ്സും യു ക്യാൻ ആക്ച്വലി റെഡ്യൂസ് ഇറ്റ്. ഇനി അതർ എനിമീസ്, അടുത്തതായിട്ട് വരുന്ന അതർ എനിമീസ്, ഇത് കൂടാതെ ഈ വാസ്പോ, ബീറ്റൽസ് ഇതെല്ലാം കൂടാതെ വേറെ അതർ എനിമീസ് ആർ ഓൾസോ പ്രസൻറ്റ്. So occasionally cockroaches come to live in a weak colonies and nibble away small bits of comb. അപ്പോൾ എന്ത് ചെയ്യും, കോക്രോച്ച് സ്പീഷീസും എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് വന്നിട്ട് ഈ വീക്ക് കോളനീസാണ്, എല്ലാ സ്ഥലത്തും വീക്ക് കോളനീസിനെ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് നിബിൾ അവേ സ്മോൾ ബിറ്റ്സ് ഓഫ് ദ കോംസ്. അതുപോലെ ഡ്രാഗൺ ഫ്ലൈസസ് ക്യാച്ചിങ് ദ ബീസ് ആൻഡ് ക്വീൻസ് ഓൺ ദെയർ മേറ്റിംഗ് ഫ്ലൈറ്റ്സ്. ഇനി ലിസാർഡ്സിൻ്റെ കേസ് എടുത്താൽ ഫ്രോഗ്സ്, ടോഡ്സ് എക്സെട്ര ഇവരെല്ലാവരും ഇവരെന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ബെയേഴ്സിൻ്റെ കേസ് എടുത്താൽ ബീ ഹൈവ്സിനെ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അവിടെ ബീസിനെ ഈറ്റ് ചെയ്യുന്നു, ബ്രൂഡ് ചെയ്യുന്നു, ഹണി ആൻഡ് പോളൻ ഇതിനെല്ലാം അവർ എന്ത് ചെയ്യുന്നു, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് എനിമീസും ഇതിനകത്ത് പ്രസൻ്റ് ആണ്. ഹണി ബീ കോളനീനെ അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് എനിമീസും ഇതിനകത്ത് പ്രസൻ്റ് ആണ്. സോ ലെറ്റ്സ് സീ എ വീഡിയോ ഓൺ ദി എനിമീസ് ഓഫ് ഹണി ബീ കോളനി. ഇതുണ്ടോ, ഇത് നമ്മൾ അതർ എനിമീസിനകത്ത് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ്. ദിസ് ആക്ച്വലി ഹൈഡിങ് ഇൻ ദി കോളനി സെൽസ് ഇറ്റ് സ്വാലോസ്.
അപ്പോൾ ഇതാണ് വാക്സ് മൗത്ത് അറ്റാക്ക് ചെയ്ത കോളനി. മൊത്തത്തിൽ കണ്ടു, ഇതാണ് ഒരു ക്ലോസ് വ്യൂ ഓൺ ദി വാക്സ് മൗത്ത് അറ്റാക്ക് കോളനി. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹണിബീനെ അറ്റാക്ക് ചെയ്യുന്ന മേജറായിട്ടുള്ള എനിമീസ്. നമുക്ക് എന്തൊക്കെ വെറൈറ്റി ആയിരുന്നു? ജസ്റ്റ് ഫോർ എ കൺക്ലൂഷൻ, വാക്സ് മൗത്തിനെ കുറിച്ച് പഠിച്ചു. അതിനകത്ത് 2 ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. ഗ്രേറ്റർ വാക്സ് മൗത്ത്, ഗലരിയ മെലോണല്ല എന്ന് പറയുന്നു. ദ ലെസർ വാക്സ് മൗത്ത്, അക്രോഹിയ ക്രിസെല്ല എന്ന് പറയുന്ന 2 വെറൈറ്റി. ഇതാണ് എഫക്റ്റഡ് ആയിട്ടുള്ള വാക്സ് മൗത്ത്. വാക്സ് ബീറ്റലിനെ പഠിച്ചു. അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്പീഷീസാണ് പ്ലാറ്റിബോളിയം ആൽബിയാനം എന്ന് പറയുന്ന വെറൈറ്റി. വാസ്പ് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. പിന്നെ ആൻഡിൻ്റെ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്, നമ്മൾ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ബേർഡ്സും ഇസ് വൺ ഓഫ് ദ enemies which has been associated with cockroach, dragonfly, bear, and frogs, tortoise, lizards, and different varieties also being a part of the enemies of the honeybee. So itrayana in the session. So thank you for everyone. Thank you all.